ഇന്ന് നമ്മൾ ഒഴിച്ചു കൂട്ടാൻ പറ്റിയ ഒരു തൈര് കറിയാണ് ചെയ്യുന്നത്. അത് കൊണ്ടാട്ട മുളക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കൊണ്ടാട്ട മുളക് നന്നായിട്ട് വറുത്ത് കോരിയെടുക്കുക. ഇനി നമ്മൾ കൈകൊണ്ട് തന്നെ അത് ഞെരടണം. അപ്പോൾ എത്ര എരിവ് നമുക്ക് വേണോ അതിനനുസരിച്ചിട്ടുള്ള എണ്ണം നമുക്ക് മുളക് എടുക്കാം. അപ്പോൾ ഞാനൊരു 5-8 എണ്ണം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഞെരടിയതിന് ശേഷം ഞാൻ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്, ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി, പിന്നെ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, പിന്നെ നല്ല കട്ട തൈര്. ഇതെല്ലാം നമ്മൾ ഒന്നിച്ച് മിക്സ് ചെയ്തെടുക്കുക. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചോളൂ. ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുക. ഇനി എല്ലാം ഒന്ന് ഇളക്കി മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതിൽ ഉപ്പ് വേണോ നോക്കാം. ചിലപ്പോൾ മുളകിന് നല്ല ഉപ്പുണ്ടെങ്കിൽ പിന്നെ ഉപ്പിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇവിടെ എനിക്ക് കുറച്ച് ഉപ്പ് വേണമായിരുന്നു. സോ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. ഒരു നുള്ളേ ഇട്ടിട്ടുള്ളൂ. വെള്ളം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഇത് നമുക്ക് ചോറിന് ഒഴിച്ചു കൂട്ടാനായിട്ട് ഈ ഒറ്റ കറി മതി. എന്തെങ്കിലും ഒരു തോരനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഞാനിവിടെ ഇപ്പോൾ ചീരയിലെ തോരൻ അമ്മ നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ട നല്ല ചുക്കൂർ മാണീസിൻ്റെ തോരൻ ഉണ്ടായിരുന്നു. അതും നമ്മൾ ഈ കൊണ്ടാട്ട കറിയും കൂട്ടിയിട്ടാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. അസല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എരിവൊന്നും കൂടുതലില്ല. നമ്മൾ എരിവ് എത്ര വേണോ അതിനനുസരിച്ചിട്ട് മാത്രം മുളക് എടുക്കുക. അപ്പോൾ എരിവൊന്നും കൂടിപ്പോവില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നല്ല നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം.